എല്ലാവർക്കും നമസ്കാരം. ദി സ്കൂൾ ഓഫ് സക്സസ് ബൈ റോഷ്നി മേനോൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ പറ്റിയാണ് പറയാനായിട്ട് പോണത്. മസോറോ ഇമോട്ടോ എന്ന് പറയുന്ന ഒരു ജപ്പാനീസ് സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം വെള്ളം ഉപയോഗിച്ച് ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. അതിനായിട്ട് അദ്ദേഹം ചെയ്തത് 2 ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറുള്ള 2 ജാറുകൾ എടുത്തു. ഒന്നിലേക്ക് അദ്ദേഹം നെഗറ്റീവ് വേർഡ്സുകൾ പറയാൻ തുടങ്ങി. അതായത് ആ ഒരു ജാറിലേക്ക്, ആ ഒരു വെള്ളത്തിലേക്ക് നോക്കിയിട്ട് യു ആർ വേസ്റ്റ്, യു ആർ വർത്ത്ലെസ്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നീ എന്താണ് ഇങ്ങനെ, അങ്ങനെ പറഞ്ഞു തുടങ്ങി ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ആ ജാർ ഓഫ് വാട്ടറിലേക്ക് അദ്ദേഹം പറയാൻ തുടങ്ങി. അടുത്തൊരു ജാർ ഓഫ് വാട്ടറിലേക്ക് അദ്ദേഹം പോസിറ്റീവ് വേർഡ്സുകൾ പറയാൻ തുടങ്ങി. യു ആർ ബ്രില്യൻ, യു ആർ ഒബീഡിയൻ, യു ആർ ഗ്രേറ്റ്ഫുൾ എന്ന് തുടങ്ങിയ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ആ ഒരു ജാർ ഓഫ് വാട്ടറിലേക്ക് അദ്ദേഹം പറയാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം അത് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ചെയ്യണത്. ആ ഒരു വാട്ടറിനെ ഒരു രാത്രി മുഴുവൻ ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചു. അതിനുശേഷം പിറ്റേ ദിവസം എടുത്ത് അദ്ദേഹം മൈക്രോസ്കോപ്പ് വെച്ചു. എന്നിട്ട് ഈ ഒരു ഫ്രോസൺ ആയിട്ടുള്ള വാട്ടർ എടുത്ത് നോക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു സമയത്ത് ഇദ്ദേഹം നെഗറ്റീവ് വേർഡ്സ് പറഞ്ഞ ആ ഒരു വാട്ടർ ഫ്രീസ് ആയി നിൽക്കുന്നുണ്ടല്ലോ, അത് മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ വെച്ചപ്പോ അത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു വൃത്തികെട്ട ഷേപ്പുകൾ, അതായത് സിമെട്രിക്കൽ ഷേപ്പുകളൊക്കെ ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഒരു ഘടനയില്ല, ഒരു കറക്റ്റ് സ്ട്രക്ചർ ഇല്ല, എന്തൊക്കെയോ ഒരു സ്ട്രക്ചേഴ്സ് മാത്രമാണ് അദ്ദേഹത്തിന് അതിൽ കാണാനായിട്ട് പറ്റിയത്. അത്ഭുതപ്പെടുത്തിയത് വേറെ ഒന്നുമല്ല, അടുത്തൊരു ക്രിസ്റ്റൽ, അതായത് അദ്ദേഹം പോസിറ്റീവ് വേർഡ്സ് പറഞ്ഞ ആ വാട്ടർ ഫ്രീസ് ചെയ്ത ആ ഒരു വാട്ടർ അദ്ദേഹം മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ വെച്ച് നോക്കിയപ്പോൾ അത് വളരെ സിമെട്രിക്കൽ, അതായത് വളരെ സ്ട്രക്ചർ ആയിട്ട് വളരെ നീറ്റായിട്ട് അത് ഫോം ചെയ്തിട്ടുണ്ട്. ഹാർട്ട് ഷേപ്പിലും ബിയർ ഷേപ്പിലും ഡയമണ്ട് ഷേപ്പിലൊക്കെ അത് ഫോം ചെയ്യണത് അദ്ദേഹം കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, നമ്മൾ പറയുന്ന ഇമോഷൻസ് വാട്ടർ അത് ക്യാച്ച് ചെയ്യുന്നുണ്ട്, വാട്ടർ അത് അബ്സോർബ് ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നാണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ ഡെവലപ്പ് ആയിട്ടുണ്ടാവുക. ഓക്കെ, കാരണം നമ്മൾ പറയുന്ന ഇമോഷൻസ് വാട്ടർ അത് പിക്കപ്പ് ചെയ്തിട്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അത് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ബോഡിയിൽ 70% വെള്ളമാണ് അല്ലെ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ 70% വാട്ടറാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതുമായ നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ, ഇതെല്ലാം വാട്ടർ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോവാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ പറയണമെന്നില്ല, നമ്മൾ ചുറ്റും നിൽക്കുന്ന നെഗറ്റീവ് കാര്യങ്ങളായിരിക്കാം, ആരെങ്കിലും പറഞ്ഞു തരുന്ന നെഗറ്റീവ് ആയിരിക്കാം, ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്ന ഇതുപോലത്തെ മോട്ടിവേഷൻ വീഡിയോസ് ആയിരിക്കാം. എങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിലും വാട്ടർ അതിന് റിയാക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വാട്ടറിന്റെ ഈ ഒരു പ്രോപ്പർട്ടി, അതായത് പോസിറ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് വാട്ടർ പോസിറ്റീവായിട്ട് തന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യാണ് ഈ ഒരു വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിലൂടെ. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഉണ്ട്. അതിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു മെത്തേഡാണ്. ബാക്കിയുള്ളത് നമുക്ക് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കുക. ഓക്കെ, ഈ ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്തിട്ട് ഞാൻ ഇതുപോലെ പാമിന്റെ ഇടയിലേക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാണ്. എന്നിട്ട് ആ ഒരു വാട്ടറിനെ നോക്കിയിട്ട്, കാരണം എനിക്ക് മനസ്സിലായി, ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് മനസ്സിലായി വാട്ടർ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ പോസിറ്റീവായിട്ട് ഈ വാട്ടറിനോട് സംസാരിക്കാൻ പോവാണ്. സംസാരിക്കണം ഇൻ ദ സെൻസ്, നമുക്ക് വേണ്ട അഫർമേഷൻ, ഐ എം എ മണി മാഗ്നറ്റ്, ഐ എം അട്രാക്ടിങ് മോർ മണി, ഐ എം ഹെൽത്തി, അങ്ങനെ തുടങ്ങിയ എന്താണ് നമ്മുടെ അഫർമേഷൻ. അതായത് നിങ്ങൾക്കൊക്കെ ഒരു ഗോൾ വെച്ചിട്ടുണ്ടാവില്ല, നമ്മൾ ഓരോ ടെക്നിക്ക് ചെയ്യുന്നത് നമ്മൾ ഒരു ഗോള് കിട്ടാനാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഗോള്, ആ ഗോള് നമ്മൾ പറയാ. താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് മാസം 1,00,000 രൂപ ശമ്പളം വേണം, അല്ലെങ്കിൽ എനിക്ക് മാസം ഇത്ര രൂപ ഇങ്ങനെ വേണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഡ്രീം ജോബിനെ അട്രാക്ട് ചെയ്യണം. എന്താണോ നിങ്ങളുടെ അഫർമേഷൻ, അത് 3 തവണ ഈ വാട്ടറിനോട് നമ്മളിങ്ങനെ പറയാ, വളരെ സൗമ്യമായിട്ട്. താങ്ക് യു യൂണിവേഴ്സ്, ഐ എം അട്രാക്ടിങ് മോർ മണി ഇൻ മൈ ലൈഫ്. താങ്ക് യു യൂണിവേഴ്സ്, ഐ എം അട്രാക്ടിങ് മോർ മണി ഇൻ മൈ ലൈഫ്. താങ്ക് യു യൂണിവേഴ്സ്, ഐ എം അട്രാക്ടിങ് മോർ മണി ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ് വളരെ കാമായി പറഞ്ഞതിന് ശേഷം നമ്മൾ ആ വെള്ളം കുടിക്കുക. ഇങ്ങനെ നമ്മൾ പതുക്കെ സിപ്പ് ചെയ്യുക. അതായത് വളരെ ധൃതി പിടിച്ച് നമ്മൾ കുടിക്കരുത്, പതുക്കെ നമ്മൾ ഇങ്ങനെ സിപ്പ് ചെയ്യുക. ആ സിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പോസിറ്റിവിറ്റി നമ്മൾ അനുഭവിക്കും. ഓക്കെ, ഈ വെള്ളം, ഞാൻ ഈ പറഞ്ഞ വേർഡ്സ് വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് എൻ്റെ ബോഡിയിലേക്ക് കടക്കുകയാണ്. ആ ഒരു വളരെ സന്തോഷത്തോടെയും വളരെ കാമായിട്ട്, ധൃതി പിടിച്ചൊന്നും കുടിക്കാതെ, അത് അബ്സോർബ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് കുടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ആ വാട്ടർ അത് അബ്സോർബ് ചെയ്തു നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു പോസിറ്റിവിറ്റി കടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിത് ഏത് ഗ്ലാസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഇത് ഉപയോഗിച്ചതിന്റെ കാരണം, നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ കാണാം. അപ്പോൾ നമുക്ക് ആ ഒരു തെളിമയോട് കൂടെ കാണാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചില്ല് ഗ്ലാസ് എടുത്തത്. ചില്ല് ഗ്ലാസ്സിൽ കുടിക്കാത്തവരാണ് സ്റ്റീൽ ഗ്ലാസ്സിലാണോ അല്ലെങ്കിൽ കുപ്പിയിലാണോ എന്തായാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വാട്ടർ എന്ന് പറഞ്ഞത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അല്ലെ.
നമ്മൾ എല്ലാ ദിവസവും 3 നേരവും 4 നേരവും ഒക്കെ നമ്മൾ കുടിക്കണതാണ് വെള്ളം. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യാനായിട്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ ചെയ്യാം. കാരണം എപ്പോഴൊക്കെ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടോ, ഇനി നമ്മൾ വെറുതെ വെള്ളം കുടിക്കാതെ ആ വെള്ളത്തിന് നമ്മളൊരു ജീവൻ നൽകുക, ഒരു പോസിറ്റീവ് ജീവൻ നൽകിയതിന് ശേഷം നമ്മളത് കുടിക്കുക. അപ്പൊ ലൈഫ് ലോങ് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സാണ്. ഒരു അഫർമേഷൻ നിങ്ങൾ വെക്കുക, ആ അഫർമേഷൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അഫർമേഷൻ വെക്കുക, പിന്നെ കുടിക്കുമ്പോൾ ആ ഒരു അഫർമേഷൻ പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഹെൽത്തിനായാലും വെൽത്തിനായാലും നമ്മുടെ ഡ്രീം ജോബിനായാലും എന്തിനാണെങ്കിലും നമുക്ക് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അപ്പൊ ഇത് എത്ര ദിവസം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 21 ദിവസം കണ്ടിന്യൂ ചെയ്യണതാണ് നല്ലത്. മാക്സിമം നമുക്ക് എത്രത്തോളം നമ്മൾ ബിലീഫ് കൊടുക്കുന്നു അത്രത്തോളം അത് സ്ട്രോങ് ആകും. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു അഫർമേഷൻ ചെയ്തുകൊണ്ട് 21 ദിവസം കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ടും പിറ്റത്തെ ദിവസം മുതൽ നിങ്ങളുടെ ആ അഫർമേഷൻ അത് നടന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത അഫർമേഷനിലേക്ക് നിങ്ങൾ പോവുക. ലൈഫ് ലോങ് നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വെള്ളം കുടിക്കാനായിട്ട് പോകുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഞാൻ ഈ വെള്ളത്തിനോട് പോസിറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടേ ഞാനത് കുടിക്കുള്ളൂ എന്നുള്ളൊരു കോൺഷ്യസ് ആയിട്ടൊരു തോട്ട് നമ്മൾ കൊടുക്കുക. എന്നിട്ട് ഇപ്പൊ നമുക്കൊന്നും പറയാനില്ലെങ്കിൽ ഐ എം ഹെൽത്തി റൈറ്റ് നൗ, ഐ എം വെൽത്തി റൈറ്റ് നൗ, എന്ത് വേണമെങ്കിൽ നമുക്കത് പറയാം. ഓക്കെ, അത് പോസിറ്റീവായിട്ട് നമ്മൾ പറയാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ആരോടെങ്കിലുമൊക്കെ സംസാരിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഗോസിപ്പുകളോ ഒന്നും പറഞ്ഞിട്ട് വെള്ളം കുടിക്കരുത്. ഓക്കെ, കാരണം നമ്മൾ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 70% വാട്ടറാണ്, അതെല്ലാം അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എക്സ്പെരിമെന്റലി തെളിഞ്ഞ കാര്യമാണ്. അപ്പൊ നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യാം, നെഗറ്റീവായിട്ട് അല്ലാതെ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ യൂസ് ചെയ്യുക. അത് നമ്മുടെ ലൈഫിൽ വളരെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ഈ വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ആരും ചെയ്തിട്ടില്ല, ഇനി പരീക്ഷിക്കാനുണ്ടെങ്കിൽ ദയവായിട്ട് ചെയ്തു നോക്കുക. വളരെ വളരെ സക്സസ് ആയിട്ടുള്ള മെത്തേഡാണ്, കാരണം ഇത് എക്സ്പെരിമെന്റലി തെളിഞ്ഞതാണല്ലോ. അപ്പോൾ നമുക്കത് വളരെ കൺവീനിയന്റ് ആണ് അത് ചെയ്യാനൊക്കെ ആയിട്ട്. എളുപ്പമാണ്, കാരണം നമുക്ക് എവിടെ നിന്നും എങ്ങനെ വേണമെങ്കിൽ വെള്ളം കുടിക്കാം. ആ വെള്ളം കുടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് ആ ഒരു അഫർമേഷൻ കൊണ്ടുവരിക, ഒന്ന് പറഞ്ഞിട്ട് കുടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു വാട്ടറിന്റെ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അടുത്തൊരു അഫർമേഷൻ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഗോള് കിട്ടാനായിട്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. ഓക്കെ, ഇത് എന്താണ് അച്ചീവ് ചെയ്തത്, എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായത് എന്നൊക്കെ ഒന്ന് പറയുക. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ തരാം. ദിസ് ഇസ് റോഷി മാൻ സൈനിങ് ഓഫ്.